നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഏറെ നാളത്തെ വിവാദങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിലാണ് വിജയ് നായകനായ ജനനായകൻ കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിൽ എത്തിയത്. തമിഴ്നാട് മുഖ്യമന്ത്രിയായ വിജയ് നായകനായി എത്തിയ അവസാന ചിത്രം എന്ന നിലയ്ക്ക് ജനനായകനെ ആരാധകർ വലിയ ആഘോഷമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ആരാധകർക്ക് മറ്റൊരു സന്തോഷ വാർത്ത കൂടി എത്തിയിരിക്കുകയാണ്. തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുന്ന ദളപതി വിജയുടെ അവസാന ചിത്രമായ ജനനായകൻ ഇനി ഡിലീറ്റഡ് സീനുകളിലൂടെയും ആരാധകരെ ആവേശത്തിലാക്കാൻ ഒരുങ്ങുകയാണ്. ചിത്രത്തിന്റെ തിയേറ്റർ പതിപ്പിൽ നിന്ന് ഒഴിവാക്കിയ 6 രംഗങ്ങൾ ഘട്ടം ഘട്ടമായി പുറത്തിറക്കുമെന്നാണ് സംവിധായകൻ എച്ച് വിനോദ് അറിയിച്ചിരിക്കുന്നത്. ചെന്നൈയിൽ തിങ്കളാഴ്ച നടന്ന ജനനായകൻ വിജയ ആഘോഷ ചടങ്ങിലാണ് വിനോദ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ചിത്രത്തിൽ ഡിലീറ്റ് ചെയ്ത രംഗങ്ങളുണ്ടോ എന്ന അവതാരകന്റെ ചോദ്യത്തിനായിരുന്നു സംവിധായകന്റെ മറുപടി. ആകെ 6 സീനുകളുണ്ട്. അവ ഉടൻ പുറത്തുവിടും. വിജയ് അഭിനയിച്ച 2 കോമഡി രംഗങ്ങളും 2 ആക്ഷൻ രംഗങ്ങളും 2 വൈകാരിക രംഗങ്ങളുമാണ് അതിൽ ഉൾപ്പെടുന്നത്. നിർമ്മാണ കമ്പനി പദ്ധതിയിടുന്ന രീതിയിൽ അവ ഓരോന്നായി റിലീസ് ചെയ്യും എന്നാണ് വിനോദ് പറഞ്ഞത്. ഡിലീറ്റഡ് സീനുകൾ പുറത്തിറക്കാൻ നിർമ്മാതാവും തയ്യാറാകുമെന്ന അവതാരകന്റെ പരാമർശത്തിന് മറുപടിയായി ആ രംഗങ്ങൾ അന്തിമ രൂപം നൽകി നിർമ്മാണ കമ്പനിക്ക് കൈമാറും. അടുത്ത ആഴ്ച മുതൽ ഓരോന്നായി പുറത്തുവിടാൻ അവർ തുടങ്ങുമെന്നാണ് കരുതുന്നത് എന്നും സംവിധായകൻ പറഞ്ഞു. രാഷ്ട്രീയത്തിലേക്ക് പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ അഭിനയ ജീവിതത്തോട് വിട പറഞ്ഞ വിജയുടെ അവസാന ചിത്രമെന്ന നിലയിലാണ് ജനനായകൻ റിലീസ് ചെയ്തത്. വിവിധ രംഗങ്ങളിൽ നിന്ന് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ചിത്രത്തിന് ലഭിച്ചിട്ടുള്ളതെങ്കിലും വിജയ് ആരാധകർ വലിയ തോതിൽ തിയേറ്ററുകളിൽ എത്തുന്ന കാഴ്ചയാണ് ബോക്സ് ഓഫീസിൽ പ്രതിഫലിക്കുന്നത്. ഇപ്പോൾ പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം ചിത്രം ഇതുവരെ ലോകമെമ്പാടുമായി 233.24 കോടി ഗ്രോസ് കളക്ഷൻ നേടിയിട്ടുണ്ടെന്നാണ്. എന്നാൽ വിജയുടെ സമീപകാല ചിത്രങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ പ്രകടനം പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല എന്ന വിലയിരുത്തലും നിലനിൽക്കുന്നു. അതേസമയം ചിത്രത്തിനെതിരായ വിമർശനങ്ങളെക്കുറിച്ചും എച്ച് വിനോദ് അടുത്തിടെ പ്രതികരിച്ചിരുന്നു. സിനിമയുടെ ചരിത്രം പരിശോധിച്ചാൽ ഏകദേശം 10 മുതൽ 20% വരെ ചിത്രങ്ങളാണ് വിജയിക്കുന്നത്. എല്ലാ സംവിധായകരും മികച്ച സിനിമ ഒരുക്കാനാണ് ആത്മാർത്ഥമായി ശ്രമിക്കുന്നത്. ചിലപ്പോൾ അത് വിജയിക്കും, ചിലപ്പോൾ അത് വിജയിക്കില്ല എന്നാണ് അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. പൂജ ഹെഡ്കെ, മമിത ബൈജു, ബോബി ഡിയോൾ, പ്രകാശ് രാജ്, ഗൗതം വാസുദേവ് മേനോൻ, നരേൻ, പ്രിയാമണി, നാസർ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ജനനായകൻ അനിൽ രവിപുട്ടി സംവിധാനം ചെയ്ത നന്ദമൂരി ബാലകൃഷ്ണ ചിത്രം ഭഗവന്ത് കേസരിയുടെ ഭാഗിക റീമേക്കുമാണ്. അതേസമയം ചിത്രം റിലീസ് ചെയ്ത ജൂലൈ 23 തന്നെ തൃഷ കൃഷ്ണൻ ചിത്രം കാണാൻ തിയേറ്ററുകളിൽ എത്തിയിരുന്നു. അമ്മയ്ക്കൊപ്പമാണ് തൃഷ എത്തിയത്. തൃഷയുടെ വീഡിയോയും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. തൃഷയും വിജയും പ്രണയത്തിലാണെന്നുള്ള അഭ്യൂഹങ്ങൾക്കിടെയാണ് ആദ്യം വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലും ഇപ്പോൾ വിജയുടെ അവസാന സിനിമയ്ക്കും തൃഷയുടെ സാന്നിധ്യം എന്നത് ശ്രദ്ധേയമാണ്. വിജയ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ മുൻനിരയിൽ വിജയുടെ കുടുംബത്തിനൊപ്പം ഭാര്യ സംഗീത സ്വർണലിംഗവും 2 മക്കളും ഉണ്ടായിരുന്നു. എന്നാൽ വിജയുടെ മാതാപിതാക്കൾക്കൊപ്പം മുൻനിരയിൽ തന്റെ അമ്മയ്ക്കൊപ്പം തൃഷ ഉണ്ടായിരുന്നു. വിജയും സംഗീതയും തമ്മിലുള്ള വിവാഹബന്ധം വേർപിരിയലിന്റെ വക്കിൽ നിൽക്കുകയാണ്. അതിനിടെ ജനനായകൻ കാണാൻ സംഗീത തിയേറ്ററുകളിൽ എത്തിയെന്ന് അവകാശപ്പെടുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു. ഈ വീഡിയോയിൽ മാസ്ക് ധരിച്ച സംഗീത ഒരു തിയേറ്ററിന്റെ പാർക്കിംഗ് ഏരിയയിൽ കാറിൽ വന്നിറങ്ങുന്നത് കാണാം. സംഗീത ജനനായകൻ കാണാൻ എത്തിയതാണ് എന്ന കുറിപ്പോടെയാണ് ഈ വീഡിയോ പ്രചരിക്കുന്നത്. എന്നാൽ ഇത് സത്യമാണോ? 2023 സംഗീതയുടെ ഒരു വീഡിയോയാണ് പുതിയതെന്ന മട്ടിൽ ഇപ്പോൾ പ്രചരിക്കുന്നത്. ശിവകാർത്തികേയനും സംവിധായകൻ ശങ്കറിന്റെ മകൾ അതിഥി ശങ്കറും അഭിനയിച്ച മാവീരൻ എന്ന ചിത്രം കാണാനായി സംഗീത തിയേറ്ററുകളിൽ എത്തിയപ്പോഴുള്ള വീഡിയോയാണിത്. ശങ്കറും കുടുംബവുമായി സംഗീത അടുത്ത ബന്ധം പുലർത്തുന്നതാണ്. ശങ്കറിന്റെ മറ്റൊരു മകളായ ഐശ്വര്യയുടെ വിവാഹത്തിന് മകൻ ജെയ്സൺ സഞ്ജയ്ക്കൊപ്പം സംഗീത പങ്കെടുത്തിരുന്നു. എന്തായാലും വിജയുടെ ജനനായകൻ കാണാനാണ് സംഗീത എത്തിയത് എന്ന അടിസ്ഥാനരഹിതമായ പ്രചാരണമാണ്. വിജയ്ക്ക് ഒരു നടിയുമായി ബന്ധമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി വിവാഹമോചനത്തിന് സംഗീത കുടുംബ കോടതിയെ സമീപിച്ചതോടെയാണ് താരകുടുംബത്തിലെ പ്രശ്നങ്ങൾ പുറം ലോകത്തേക്ക് എത്തുന്നത്. അതിനിടെ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കാൻ വിജയുടെ അമ്മയുടെ മധ്യസ്ഥതയിൽ ശ്രമങ്ങൾ നടക്കുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. 1999 വിജയും സംഗീതയും തമ്മിൽ വിവാഹിതരാകുന്നത്. ജെയ്സൺ സഞ്ജയ്, ദിവ്യ സാഷ എന്നിവരാണ് മക്കൾ. 2 വർഷത്തിലധികമായി സംഗീതയും മക്കളും വിജയ്ക്കൊപ്പമല്ല താമസിക്കുന്നത്. അതേസമയം വിജയും തൃഷയും തമ്മിലുള്ള പ്രണയബന്ധം സിനിമാ രംഗത്തുണ്ടാക്കുന്ന ചർച്ചകൾ ചെറുതല്ല.
ഇത്രയും കാലം ഗോസിപ്പുകളാണെന്ന് പറഞ്ഞ് തള്ളിയ കാര്യം സത്യമാണെന്ന് ഉൾക്കൊള്ളാൻ വിജയുടെ ആരാധകരിൽ പലർക്കും കഴിയുന്നില്ല. എന്നാൽ ആരെന്ത് കരുതിയാലും പ്രശ്നമില്ല, ഇനിയുള്ള ജീവിതം ഒരുമിച്ചെന്ന് തീരുമാനിച്ച മട്ടിലാണ് തൃഷയുടെയും വിജയുടെയും പോക്ക്. പൊതുവിടങ്ങളിൽ ഇവർ ഒരുമിച്ചെത്തുന്നുണ്ട്. വിജയോടുള്ള പ്രണയം പറയാതെ പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകൾ തൃഷ കൃഷ്ണനും പങ്കുവയ്ക്കുന്നു. താരജോഡികളെ ആഘോഷിക്കണമെന്ന് ആരാധകർക്കുമുണ്ട്. എന്നാൽ ഇതിൽ നിന്നും പലരെയും പിന്തിരിപ്പിക്കുന്നത് വിജയുടെ ഭാര്യ സംഗീതയുടെ അവസ്ഥയാണ്. എത്രയൊക്കെ അലങ്കരിക്കാൻ ശ്രമിച്ചാലും വിജയുടെ വിവാഹേതര ബന്ധമാണ് തൃഷയുമായുള്ള. നിയമപരമായി ഇപ്പോഴും സംഗീതയാണ് വിജയുടെ ഭാര്യ. തനിക്കുണ്ടായ അനീതിയിൽ സംഗീത പ്രതികരിക്കുകയും ചെയ്തു. എന്നാൽ വിജയ് ഇതൊന്നും കാര്യമാക്കുന്നേയില്ല. പരസ്പരം അറിയാവുന്നവരാണ് തൃഷയും സംഗീതയും. വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു വിവാഹ ചടങ്ങിൽ നിന്നുള്ള സംഗീതയുടെയും തൃഷയുടെയും അമ്മ ഉമാകൃഷ്ണന്റെയും ദൃശ്യങ്ങളും ചർച്ചയാകുന്നുണ്ട്. നടൻ പാണ്ഡ്യരാജിന്റെ മകന്റെ വിവാഹ ചടങ്ങിൽ നിന്നുള്ള ദൃശ്യങ്ങളായിരുന്നു ഇവ. സംഗീതയും തൃഷയുടെ അമ്മയെ നോക്കുന്നില്ല, നേരെ ഖുഷ്ബുവിനോട് സംസാരിച്ച് ചിരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. എന്നാൽ ഇവർ തമ്മിൽ മുഖത്തേക്ക് നോക്കാൻ മടിയുള്ളതുപോലെ തോന്നുന്നുവെന്ന് നെറ്റിസൻസ് പറയുന്നുണ്ട്. അക്കാലഘട്ടത്തിൽ തൃഷയും വിജയും തമ്മിലുള്ള സൗഹൃദം ഇല്ലായിരുന്നു. 2008 ശേഷം ഇവർ ഒരുമിച്ച് സിനിമ ചെയ്തിരുന്നില്ല. ആ കാലഘട്ടത്തിലെ ദൃശ്യങ്ങളാണിത്. വിജയ് കുടുംബസ്ഥനായി ജീവിക്കുന്ന കാലം. റിപ്പോർട്ടുകൾ പ്രകാരം ഒരുമിച്ച് സിനിമകൾ ചെയ്യുന്ന കാലത്തെ വിജയ് തൃഷയോട് അടുത്തിരുന്നു. കുടുംബത്തിന്റെ എതിർപ്പ് കാരണമാണ് ബന്ധം വേണ്ട എന്ന് വെച്ചത്. ഒരുമിച്ച് സിനിമ ചെയ്യുന്നതും നിർത്തി. സംഗീതയുമായി വിജയ് അകന്ന ശേഷമാണ് തൃഷ 15 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരുമിച്ച് സിനിമകൾ ചെയ്തു തുടങ്ങിയത്. അതേസമയം വിജയും ഭാര്യ സംഗീത സ്വർണ്ണലിംഗവും തമ്മിലുള്ള വിവാഹമോചന കേസ് പരിഗണിക്കുന്നത് ഓഗസ്റ്റ് 7-നാണ്. മറ്റ് സുപ്രധാന തീരുമാനങ്ങളോ ഇരു വിഭാഗവും തമ്മിലുള്ള ഒത്തുതീർപ്പുകളോ ഇല്ലാതെയാണ് നേരത്തെ വാദം പൂർത്തിയാക്കിയത്. ഇരുവരും വീഡിയോ കോൺഫറൻസിംഗ് വഴി കോടതി നടപടികളിൽ പങ്കെടുക്കണമെന്ന ആവശ്യം കോടതി തള്ളുകയായിരുന്നു. രണ്ടുപേരുടെയും ഇമെയിൽ ID നൽകണമെന്നും കോടതി വിശദമാക്കി. നേരത്തെ ഏപ്രിൽ 20-ന് കേസ് പരിഗണിച്ചപ്പോൾ ഇരുവരും ഹാജരാകാതിരുന്നതിനെ തുടർന്ന് ഇത്തവണ നേരിട്ട് ഹാജരാകാൻ കോടതി കർശന നിർദ്ദേശം നൽകുകയായിരുന്നു. തങ്ങളുടെ ഉയർന്ന പൊതു പ്രൊഫൈൽ കണക്കിലെടുത്ത സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഓൺലൈനായി ഹാജരാകാൻ ഇരുവരുടെയും അഭിഭാഷകർ അനുമതി തേടിയത്. അതിനിടെ വിജയുടെ അമ്മ മുൻകൈയെടുത്ത് ഇരുവരെയും ഒന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും ലണ്ടനിൽ നിന്നും സംഗീത തിരിച്ച് വിജയുടെ മാതാപിതാക്കളുടെ വീട്ടിൽ തിരിച്ചെത്തിയെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇത് കൂടുതൽ ശരിവെക്കുന്ന വിധമാണ് കോടതിയിലുണ്ടായ സംഭവവികാസങ്ങൾ. കേസ് പരിഗണനയിലെത്തുമ്പോൾ വീഡിയോ കോൺഫറൻസിനായുള്ള മെയിൽ ID പോലും അപേക്ഷയിൽ ഉണ്ടായിരുന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ പെറ്റീഷൻ തള്ളുകയും അടുത്ത വാദം ഓഗസ്റ്റ് 7-ലേക്ക് നീട്ടിവെക്കുകയുമായിരുന്നു. സംഗീതയുടെ ഭാഗത്തു നിന്ന് പോലും നടപടി വേഗത്തിലാക്കാനുള്ള യാതൊരുവിധ തീരുമാനങ്ങളും ഇതിനിടെ ഉണ്ടായിട്ടുമില്ല. സംഗീതയുടെ അഭിഭാഷകൻ വക്കാലത്ത് ഫയൽ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നും ജഡ്ജി ചോദിച്ചിരുന്നു. വീണ്ടും ഒന്നിക്കുന്നതിന്റെ സൂചനയാണിതെന്നാണ് ആരാധകരുടെ കണ്ടെത്തൽ. You're watching me on metromatney.com. On metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.